എന്താണ് സ്പെഷ്യൽ? It's something special without any masalas. ഒരു മട്ടൺ കറി മൂവി ഹിറ്റ് ആകുമ്പോ ഞാനും അയ്യോ പിന്നെ ഇനി നാട്ടുകാർ ഇനി പറയരുത് പടം ഹിറ്റായിട്ട് ഞാൻ അതിനെ കൊന്ന് കറിയാക്കിയിരുന്നു. നോ നെവർ. ബട്ട് സ്റ്റിൽ ഐ ഷുഡ് സെലിബ്രേറ്റ് ദിസ് അല്ലേ. എന്റെ ഫേവറേറ്റ് ആണ് മട്ടൺ. ഫേവറേറ്റ്. ഓക്കെ. സോ ഇപ്പൊ റിലീസ് ആകുമ്പോൾ ഇപ്പൊ ഫിലിംസ് ഒക്കെ റിലീസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും റിവ്യൂസും വരുന്നത്. സോ ഹൗ യു സപ്പോർട്ട് ദം? No, we can't support them. But still your എന്താ പറയാ സാറിന്റെ ഒരു ഇത് എങ്ങനെയായിരിക്കും? അല്ല, എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഞാൻ എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാണ്. ഐ മീൻ നമ്മൾ കൂടുതൽ കെയർഫുൾ ആവുകയാണ്. ബിക്കോസ് റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഇപ്പൊ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കൂടുതലും ആൾക്കാർ ഒരു ഫിലിം കാണാൻ പോകണമെങ്കിൽ നമ്മൾ ആ റിവ്യൂ കേട്ടിട്ടാ പോകുന്നത്. അതുകൊണ്ട് അതിൽ വിലയിരുത്താറുണ്ട്. നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഒരു ലാർജർ സെക്ഷൻ ഓഫ് ദ ഓഡിയൻസ് ഇവിടുത്തെ ടോപ്പ് റിവ്യൂവേഴ്സിന്റെ റിവ്യൂസിനെ മാനിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, ചില പേജുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇപ്പോഴത്തെ ഓഡിയൻസിനുണ്ട്. ഇത് ഫേക്ക് റിവ്യൂ ആണ്, ഇത് അവരുടെ തന്നെ ആൾക്കാരാണ് എന്നൊക്കെ പറയും. അപ്പം അത് ഒരു കോ എക്സിസ്റ്റ് ചെയ്യണം എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഡിയൻസിനെ ഒരിക്കലും പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഓഡിയൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇനി എന്ത് റിവ്യൂ വന്നാലും ഒരു മോശം പടം സക്സസ് ആയ ചരിത്രവും ഇല്ല, ഒരു നല്ല പടം ഫ്ലോപ്പ് ആയ ചരിത്രവും ഇല്ല. അത് അതിൻ്റെതായ ഇത് ചെയ്യാം. അത് വേർഡ് ഓഫ് മൗത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഓഡിയൻസിന്റെ വേർഡ് ഓഫ് മൗത്തിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റിവ്യൂ ചെയ്യുന്ന ആളും ഒരു മനുഷ്യനാണ്. അയാൾക്കും ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അത് എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ഏജ് ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുന്ന ചില ജോണേഴ്സ് ഉണ്ടാവാം. അയാൾ അത് അങ്ങനെയാണ് വരിക. അതുകൊണ്ട് അതിനെ 100% ആയിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓഡിയൻസിന്റെ വേർഡ് ഓഫ് മൗത്തിനെ നമുക്ക് വിശ്വസിക്കാം. ഒരു ന്യൂ കമർ പ്രൊഡ്യൂസർ ആണെങ്കിൽ വാട്ട് ഈസ് യുവർ ഗുഡ് അഡ്വൈസ് ഫോർ ദം? ബി കെയർഫുൾ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഇപ്പം ഞാനൊരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്ക് കയറാന്നിരിക്കട്ടെ, എനിക്ക് കമ്പിയുടെ സിമെന്റിന്റെ വിലയൊന്നും അറിയില്ല അല്ലേ. അപ്പം എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യണം. അറിയാവുന്ന പറഞ്ഞാൽ എനിക്ക് അത്രയും അടുത്ത ബന്ധമുള്ളവർ ആയിരിക്കണം. മനസ്സിലായി? അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞാനത് പഠിക്കണം. ലിറ്റിൽ നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട്, ബിക്കോസ് ഇത് അത്യാവശ്യം പൈസ ചിലവാകുന്ന ഒരു പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫിക്സഡ് കോസ്റ്റ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ പോവുകയാണെങ്കിലും നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയ്ക്ക് പണിയാം എന്ന് നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അല്ലേ. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഒരു ഫിക്സ് കോസ്റ്റ് ഒന്നിനുമില്ല. ആക്ടേഴ്സിന് ഫിക്സ് കോസ്റ്റ് ഇല്ല, ടെക്നിക്കൽ ടീമിന് ഫിക്സ് കോസ്റ്റ് ഇല്ല, പ്രമോഷന് ഫിക്സ് കോസ്റ്റ് ഇല്ല, ഒന്നിനും ഫിക്സ് കോസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഫിക്സേറ്റഡ് ഒരു ഇതില്ലാത്ത സാധനത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ അത്ര ഈസി അല്ല. ഇത് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ 2 ബിസിനസ്സേ ഉള്ളൂ ഒരു വർഷം പണി ചെയ്തിട്ട് ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് അറിയുന്നത്. ഒരു ദിവസമാണ്. ഒന്ന് ക്രാക്കേഴ്സ് ആണ്, പടക്കം. ഒന്ന് സിനിമ അല്ലേ. ഒരു വർഷം ഇതിന്റെ പണി നടക്കും, ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി. ചിലത് നല്ല പോലെ കത്തും, ചിലത് ചീറ്റിപ്പോവും, ചിലതൊന്നും പൊക്കിയിട്ട് താഴും. ഭയങ്കര കഷ്ടപ്പാടല്ലേ, ഭയങ്കര. ചില ആക്സിഡൻസ് ഉണ്ടാവും, എന്തെല്ലാം കഷ്ടമാണ്. എത്ര പേര് അതിന്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. സത്യം സർ, ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ് സർ. ആടിന്റെ സെലിബ്രേഷൻ ഇതുവരെ ഞാൻ ചെയ്തില്ല, ബട്ട് ഐ ഹാവ് ടു ഡു ദ സെലിബ്രേഷൻ ഫോർ ഹിം അല്ലേ. അപ്പൊ ഞാൻ ഐ വിൽ സെർവ് യു ദിസ്. ഐ ആം ഓണർഡ്. അത്യാവശ്യം കുറ്റം പറയുന്ന ആളാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാന്നും പറയും. ഇപ്പൊ എന്നാ പറയാൻ പോകുന്നേ? നല്ല. താങ്ക് യു. ഉള്ളതുപോലെ പറയുന്ന ആളാണ്. വർത്താനം പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. വെരി നൈസ് ആണ്. എന്താണ് റെസിപ്പി? ഒന്നുമില്ല ആക്ച്വലി, നമ്മൾ ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല, മസാല ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഫീൽ ദ ആ ഒരു മീറ്റിന്റെ ഒരു ടെക്സ്ചർ. ഞാൻ പറയട്ടെ? എന്നാ പറഞ്ഞോ. ഗരം മസാല, പെപ്പർ, ഗ്രീൻ ചില്ലീസ്, കൊറിയാണ്ടർ, ജിഞ്ചർ ഗാർലിക്. ചില്ലി പൗഡർ ഇല്ല. കൊറിയാണ്ടർ ഇല്ല. കുറച്ച് കൊറിയാണ്ടർ അല്ലേ. അതെന്റെ റിയാക്ഷൻ കണ്ടിട്ട് പിന്നെ അല്ല, ഞാൻ പറഞ്ഞ റെഡ് ചില്ലീസ് ഇല്ല. ബേസിക്കലി റെഡ് ചില്ലി ഇല്ല.
ഇല്ല. ബാക്കിയെല്ലാം ബാക്കി ഓൾമോസ്റ്റ് മീഡിയം ലെവലിൽ, അത്ര മീഡിയം ലെവൽ, ബിക്കോസ് ആ ഇറച്ചിയുടെ ഒരു ഫ്ലേവർ വേണം. ആൻഡ് യു മാരിനേറ്റഡ് ഇറ്റ് റിയലി വെൽ. താങ്ക് യു വെരി മച്ച്. ആ മാരിനേഷൻ ആണ് മട്ടനെ ഹിറ്റ് ആക്കുന്നത് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു യു ആർ എ വെരി ഗുഡ് കുക്ക് അല്ലേ? ഐ എം എ ഡീസന്റ് കുക്ക്, നോട്ട് എ വെരി ഗുഡ് കുക്ക് ബട്ട് എ ഡീസന്റ് കുക്ക്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ്? മട്ടൺ. ഐ നോ മട്ടൺ തന്നെ. ഇതാ വീട്ടിൽ കുക്ക് ചെയ്യും. ഞാൻ 2 ദിവസം മട്ടൺ വെച്ചു. എന്റേതായ റെസിപ്പി. യുവർ ഫേവറേറ്റ് ഡിഷ്? ഐ മീൻ നോട്ട് മട്ടൺ. ബിരിയാണി വെച്ചു. എല്ലാരും ബിരിയാണി നന്നായിട്ട് പഠിച്ചേക്കുവാ. നമ്മുടെ നൗഷാദിക്കല്ലേ ബിഗ് ഷെഫ്, നമ്മുടെ പഴയ നൗഷാദ്. അയ്യോ, അതിന്റെ റെസിപ്പി അറിയാമോ? ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിസ്. ഞാൻ ഹൈദരാബാദിൽ താമസിക്കുമ്പോൾ ഹി യൂസ് ടു കം ദേ. അപ്പം എൻ്റെ വീട്ടിലാണ് താമസിക്കുക. അപ്പം ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് പഠിച്ചു. അപ്പം ഞാൻ ആ ടൈപ്പ് ബിരിയാണി വയ്ക്കാം. Anyway, I'm so happy, sir. Thank you very much for being എന്താ പറയാ, once again for my show. Thank you for the food. ഞങ്ങളുടെ ഒരു കുഞ്ഞു ട്രീറ്റ് അല്ലേ സർ, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സർ. സാറിന്റെ ഒരു 360 ഡിഗ്രി പോട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് വിൽ ഓൾവേസ് വിത്ത് യു ആൻഡ് വിൽ സപ്പോർട്ട് യു. Thank you. Thank you very much, sir. Ali's Kitchen. Let's cook with love.